നമസ്കാരം. VBC പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെതിരെ ജനരോഷം ആർത്തിരമ്പി. LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. ഹൈറേഞ്ച് സംരക്ഷണ സമിതി 48 മണിക്കൂർ സമരം തുടങ്ങി. LDF ഹർത്താലിന് പിന്തുണയുമായി യൂത്ത് ഫ്രണ്ട് M പ്രവർത്തകർ തെരുവിലിറങ്ങി. തഹസിൽദാരെ തടഞ്ഞുവെച്ചത് സംഘർഷത്തിന് കാരണമായി. കത്തോലിക്ക കോൺഗ്രസ് കോതമംഗലം രൂപതയുടെ നേതൃത്വത്തിൽ പ്രതിനിധി സമ്മേളനം തൊടുപുഴയിൽ നടത്തി. കോതമംഗലം രൂപത വികാരി ജനറൽ ജോർജ് ഒലിയപ്പുറം പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 60ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷം സംസ്ഥാനതല സമാപനം നവംബർ 20 തൊടുപുഴയിൽ നടക്കും. മുനിസിപ്പൽ മൈതാനത്ത് നടക്കുന്ന പൊതുസമ്മേളനം കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി പ്രൊഫസർ KV തോമസ് ഉദ്ഘാടനം ചെയ്യും. 4 ദിവസമായി നടന്നുവന്ന സംസ്ഥാന റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. മുനിസിപ്പൽ UP സ്കൂളിൽ നടന്ന സമാപന സമ്മേളനം മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിൽ പ്രതിഷേധിച്ച് ഇടതുമുന്നണി ആഹ്വാനം ചെയ്ത ഹർത്താലിൽ ജനജീവിതം സ്തംഭിച്ചു. ഹർത്താൽ പൊതുവെ സമാധാനപരമായിരുന്നുവെങ്കിലും സ്വകാര്യ വാഹനങ്ങൾ ഒഴികെയുള്ള വാഹനങ്ങൾ നിരത്തിലിറങ്ങിയിട്ടില്ല. പോലീസ് സംരക്ഷണം ലഭിച്ചാൽ സർവീസ് നടത്തുമെന്ന് KSRTC അറിയിച്ചിരുന്നുവെങ്കിലും സർവീസുകൾ നടത്തിയിട്ടില്ല. പമ്പയിലേക്കുള്ള KSRTC സർവീസുകൾ മുടങ്ങിയിട്ടില്ല. തൊടുപുഴയിൽ വിനോദസഞ്ചാരികളുമായി വന്ന കാറിന്റെ ഡ്രൈവർക്ക് മർദ്ദനമേറ്റു. പലയിടത്തും വൻ പ്രക്ഷോഭങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് കനത്ത സുരക്ഷയാണ് പോലീസ് ഏർപ്പെടുത്തിയിരുന്നത്. LDF ആഹ്വാനം ചെയ്ത ഹർത്താലിനോടനുബന്ധിച്ച് LDF നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രകടനം നടത്തി. CPM തൊടുപുഴ ഏരിയ സെക്രട്ടറി VV മത്തായി പ്രകടനം ഉദ്ഘാടനം ചെയ്തു. PP ജോയി, K സലീം കുമാർ, TR സോമൻ, പ്രൊഫസർ ജോസഫ് അഗസ്റ്റിൻ, KR ഷാജി, മുഹമ്മദ് അഫ്സൽ, K അജിത് കുമാർ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. മാധവകാർക്കിൽ റിപ്പോർട്ട് പുറത്തു വന്ന സന്ദർഭത്തിൽ തന്നെ ആ മാധവകാർക്കിൽ റിപ്പോർട്ട് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുമ്പോഴും അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഇവിടെ ഉയർന്നു വരികയുണ്ടായി. ആ പ്രതിഷേധം ഉയർന്നു വന്ന സന്ദർഭത്തിൽ അത് സംബന്ധിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കസ്തൂരി രംഗനെ കമ്മീഷനായി വെച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് നിലപാട് സ്വീകരിച്ചത്. എന്നാൽ ഈ കമ്മീഷനുകളൊന്നും തന്നെ ഈ റിപ്പോർട്ടിൻ്റെ ദോഷഫലങ്ങൾ അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളുമായി ചർച്ച ചെയ്യുന്നതിനോ അവിടുത്തെ ജനപ്രതിനിധികളുമായി ചർച്ച ചെയ്യുന്നതിനോ ഒന്നും തയ്യാറാകാതെയാണ് ഏകപക്ഷീയമായി ജനങ്ങളുടെ മേൽ കുതിര കയറുന്ന ജനങ്ങളുടെ ജീവിതം താറുമാറാക്കുന്ന ഇത്തരം ഒരു റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ട് നടപ്പാക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നിരിക്കുന്നത് എന്ന് കാണാൻ വേണ്ടി കഴിയും. നമ്മുടെ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്, കോൺഗ്രസ് നേതൃത്വമുള്ള UPA ഗവൺമെൻറ് തികച്ചും ജനവിരുദ്ധ നയങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ തുടർച്ച എന്ന നിലയിലാണ് ഇടുക്കി ജില്ലയിൽ ഏതാണ്ട് 45ഓളം വില്ലേജുകൾ ഈ റിപ്പോർട്ടിൻ്റെ ഫലമായി അവിടെ കസ്തൂരി രംഗൻ സമിതി റിപ്പോർട്ടിൽ പ്രതിഷേധിച്ച് പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി. ഇതിന്റെ ഭാഗമായി ഇടുക്കിയിൽ 48 മണിക്കൂർ തെരുവോര സമരം ആരംഭിച്ചു. സർക്കാരുമായുള്ള അനുരഞ്ജന സാധ്യതകൾ പൂർണ്ണമായി തള്ളിയാണ് പ്രക്ഷോഭവുമായി മുന്നോട്ട് നീങ്ങാൻ ഹൈറേഞ്ച് സംരക്ഷണ സമിതി തീരുമാനിച്ചത്. സമരത്തിൽ പങ്കെടുത്ത് ജില്ലയിലെ 100ഓളം കേന്ദ്രങ്ങളിൽ സ്ത്രീകളും കുട്ടികളും അടക്കം തെരുവിലിറങ്ങി. പ്രക്ഷോഭത്തിന്റെ ഭാഗമായി 2 ദിവസം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കടകമ്പോളങ്ങളും അടഞ്ഞുകിടക്കും. വാഹന ഗതാഗതവും നിലയ്ക്കും. ചൊവ്വാഴ്ച രാവിലെ മുതൽ സമരസമിതി മൂലമറ്റം പവർ ഹൌസ് ഉപരോധിക്കും. 2 ദിവസം നീണ്ടു നിൽക്കുന്ന സമരത്തിൽ 48 മണിക്കൂറിൽ 100 കേന്ദ്രങ്ങളിലായി ആയിരങ്ങൾ നിരത്തിലിറങ്ങും. 2 ദിവസം വാഹനങ്ങൾ നിരത്തിലിറക്കില്ലെന്നും
കേന്ദ്രമന്ത്രിയുടെ വാക്കുകൾ വിശ്വസിക്കുന്നില്ലെന്നും സമിതി വ്യക്തമാക്കി. ഹൈറേഞ്ച് സംരക്ഷണ സമിതി സിന്ദാബാദ്. ഹൈറേഞ്ച് സംരക്ഷണ സമിതി സിന്ദാബാദ്. ഹൈറേഞ്ച് സംരക്ഷണ സമിതി സിന്ദാബാദ്. മലനാടിൻ മക്കളിതാ, മലനാടിൻ മക്കളിതാ, ഓർത്തു ഭരിച്ചോ സർക്കാരെ, ചത്ത പോലെ കുത്തിയിരിക്കും. പേര് പറഞ്ഞ്, പരിസ്ഥിതിയുടെ പേര് പറഞ്ഞ് കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് എം നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് PC ജോസഫ് പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ KA ആന്റണി, NK ജേക്കബ്, അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, യൂത്ത് ഫ്രണ്ട് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി M മോനിച്ചൻ, അഡ്വക്കേറ്റ് ജോസി ജേക്കബ്, റെജി കുന്നങ്കോട്ട്, ജസി ആന്റണി, ജയകൃഷ്ണൻ പുതിയടത്ത്, ബൈജു വറവുങ്കൽ, AS ജയൻ, ജോസഫ് പഴയിടം, ബെന്നി പ്ലാക്കൂട്ടം തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. മലയോര കർഷകര് തനിയെ കുടിയിറങ്ങിപ്പോകാൻ നിർബന്ധിതമാകും എന്ന അനുഭവങ്ങളുണ്ട്. 1982 തെരഞ്ഞെടുപ്പിൽ നെല്ലിയാമ്പതിയിലെ വോട്ടർമാരുടെ എണ്ണം 37,000 90കളിൽ അത് 25,000 കുറഞ്ഞു. 2000 അത് 15,000 കുറഞ്ഞു. 2006 അത് 10,000 കുറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നെല്ലിയാമ്പതിയിലെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വോട്ടർമാരുടെ എണ്ണം 6,410 കുറഞ്ഞു. എവിടെ നിന്നാണ് കുറഞ്ഞു വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതുപോലെ തന്നെയാണ് ഇടുക്കി ജില്ലയിലെ ഹൈ റേഞ്ച് ഉൾപ്പെടെയുള്ള കേരളത്തിൻ്റെ മലയോരങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളുവാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കോൺഗ്രസ് പാർട്ടിയും തയ്യാറാവണം എന്ന് വളരെ വിനയപൂർവ്വം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യൂത്ത് ഫ്രണ്ട് എം നേതൃത്വത്തിൽ തൊടുപുഴയിൽ നടത്തിയ പ്രകടനം അക്രമാസക്തമായി. കേരള കോൺഗ്രസ് നേതൃത്വത്തിൽ നടത്തിയ പ്രകടനത്തിന് ശേഷം ഏതാനും പ്രവർത്തകർ ചേർന്ന് ഹർത്താൽ ദിനത്തിൽ തുറന്നു പ്രവർത്തിച്ച ഓഫീസുകളും ബാങ്കുകളും അടപ്പിക്കുകയും വാഹനങ്ങൾ തടയുകയും ചെയ്തു. കാരിക്കോട് SBT ബാങ്ക് ശാഖ യൂത്ത് ഫ്രണ്ട് എം പ്രവർത്തകർ എത്തി അടപ്പിച്ചു. തുടർന്ന് ജില്ലാ വിദ്യാഭ്യാസ സമുച്ചയത്തിലെത്തിയ പ്രവർത്തകർ തൊടുപുഴ DDE തടഞ്ഞുവെച്ച് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. കൂടാതെ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലേക്ക് പ്രവർത്തകർ തള്ളിക്കയറുകയും മിനി സിവിൽ സ്റ്റേഷൻ മതിൽ ചാടിക്കടന്ന് അകത്ത് കയറിയ പ്രവർത്തകർ തഹസിൽദാർ ജോയി കുര്യാക്കോസിന്റെ മുറിയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു. പിന്നീട് തഹസിൽദാരുടെ നിർദ്ദേശപ്രകാരം പോലീസ് എത്തി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. M മോനിച്ചൻ, ജയകൃഷ്ണൻ പുതിയടത്ത്, ബൈജു വറവുങ്കൽ, ക്ലെമന്റ് ഇമാനുവേൽ, മനോജ് ആന്റണി, ജേക്കബ് J കോണിക്കൽ, സജി വെളുത്തേടത്ത് പറമ്പിൽ, EK സലീം, ജസ്റ്റിൻ ജേക്കബ്, ജിജീഷ് ഫ്രാൻസിസ്, ഷാജു വടക്കേടം, ആൻഡോ വർഗീസ്, ബിനോയ് മുണ്ടയ്ക്കാമറ്റം, ഉല്ലാസ് കരുണാകരൻ, മണി ചീരാൻ, ജോബി പൊന്നാട്ട്, ഹരിശങ്കർ, രാജു പൈറ്റനാൽ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. Zindabad!
LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ അറക്കുളത്ത് പൂർണ്ണം. അപൂർവം ചില സ്വകാര്യ വാഹനങ്ങളും ഇരുചക്ര വാഹനങ്ങളും മാത്രമാണ് നിരത്തിലിറങ്ങിയത്. സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും ടാക്സി വാഹനങ്ങളും നിരത്തിലിറങ്ങിയില്ല. സർക്കാർ സ്ഥാപനങ്ങളും ബാങ്കുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കടകമ്പോളങ്ങളും തുറന്നു പ്രവർത്തിച്ചില്ല. സമരസമിതിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച രാവിലെ പവർ ഹൌസ് ഉപരോധ സമരവും നടക്കും. ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്യും. ഉപരോധ സമരത്തെ നേരിടുന്നതിന് വൻ പോലീസ് സന്നാഹമാണ് മൂലമറ്റത്ത് ക്യാമ്പ് ചെയ്യുന്നത്. ജില്ലാ പോലീസ് മേധാവി M. ഷെയ്ഖ് അൻവറുദ്ദീൻ സാഹിബ്, തൊടുപുഴ DYSP ആന്റണി തോമസ് എന്നിവർ മൂലമറ്റത്തെത്തി ഒരുക്കങ്ങൾ വിലയിരുത്തി. ഹർത്താൽ ദിനത്തിൽ പോലീസ് സേനയ്ക്ക് ഭക്ഷണമൊരുക്കി വ്യത്യസ്തമാവുകയാണ് കാഞ്ഞാർ പോലീസ്. ഹർത്താൽ ഡ്യൂട്ടിക്കെത്തിയ 150ഓളം പോലീസുകാർക്കാണ് കാഞ്ഞാർ പോലീസിന്റെ നേതൃത്വത്തിൽ 3 നേരവും ഭക്ഷണം തയ്യാറാക്കുന്നത്. മൂലമറ്റം IHEP സ്കൂളിലാണ് പോലീസുകാർക്കായി ഭക്ഷണം തയ്യാറാക്കുന്നത്. ഹർത്താൽ ദിനത്തിൽ ഭക്ഷണം കിട്ടാനുള്ള ബുദ്ധിമുട്ട് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കാഞ്ഞാർ CI പയസ് ജോർജ്, SI പ്രമോദ് എന്നിവരുടെ നേതൃത്വത്തിൽ പുതിയ സംരംഭത്തിന് നേതൃത്വം നൽകിയത്. കാഞ്ഞാർ പോലീസ് സ്റ്റേഷനിലെ ASI അബ്ബാസ്, ഷാജഹാൻ, ജോൺ, ജോർജ് കുട്ടി, സന്തോഷ്, അഭിലാഷ് എന്നിവർ ഭക്ഷണം തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകുന്നുണ്ട്. ജില്ലാ പോലീസ് മേധാവി M. ഷെയ്ഖ് അൻവറുദ്ദീൻ സാഹിബ്, തൊടുപുഴ DYSP ആന്റണി തോമസ് എന്നിവർ ക്യാമ്പിലെത്തി സൗകര്യങ്ങൾ വിലയിരുത്തി. ഹർത്താലിനോട് അനുഭാവം പ്രകടിപ്പിച്ച് അശോക് കവലയിൽ വാഹനങ്ങൾ തടഞ്ഞ് ഹർത്താൽ സന്ദേശം നൽകി വിട്ടയച്ചു. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പിൻവലിക്കും വരെ സമരരംഗത്ത് തുടരുമെന്ന് CPM മൂലമറ്റം ഏരിയ കമ്മിറ്റി സെക്രട്ടറി KL ജോസഫ് പറഞ്ഞു. ഇന്നിപ്പോൾ റോഡിൽ ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി. ഇതിൽ പ്രതിഷേധ സൂചകമായി എല്ലാവർക്കും ബോധ്യപ്പെടാവുന്ന രീതിയിൽ അധികാരികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇവിടെ തന്നെ ഭക്ഷണം പാകം ചെയ്ത്, നിങ്ങൾക്ക് കാണാവുന്നതാണ്, ഞങ്ങൾ ഇവിടെ തന്നെ ഭക്ഷണം പാകം ചെയ്ത് എല്ലാവരും കഴിച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. നാളെ ഞങ്ങൾ ഇവിടുത്തെ പവർ ഹൗസ്, മൂലമറ്റം പവർ ഹൗസ് ഉപരോധിക്കണമെന്ന് തീരുമാനിച്ചിട്ടുള്ളത്. ആ പവർ ഹൗസ് ഉപരോധത്തിൽ ഈ പ്രദേശത്തെ എല്ലാ വിഭാഗം ആളുകളും പങ്കെടുക്കും. എല്ലാ ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പവർ ഹൗസ് ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധം ശക്തമാക്കുകയാണ്. പക്ഷേ ഞങ്ങൾ വളരെ സമാധാനപരമായിട്ട് ആത്മസംയമനം പാലിച്ചുകൊണ്ട് അധികാരികളുടെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം സമീപനങ്ങളുണ്ടെങ്കിലും പൂർണ്ണമായി സമാധാനപരമായി സമരം നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഗവൺമെൻറ് ഈ കാര്യത്തിൽ നിന്ന് അടിയന്തരമായി നിലപാടെടുക്കണം. മുഖ്യമന്ത്രിയും അതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റും പ്രഖ്യാപിച്ചിട്ടുള്ള, ഒരാൾ പറയുന്നു 4 മാസം കഴിഞ്ഞ് ഇത് നടപ്പാക്കാൻ സാധ്യതയുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ഹൈറേഞ്ച് സംരക്ഷണ സമിതി ആഹ്വാനം ചെയ്തിരിക്കുന്ന 48 മണിക്കൂർ തെരുവുവാസ സമരത്തോട് അനുബന്ധിച്ച് അറക്കുളം അശോക കവലയിൽ പ്രവർത്തകർ റോഡ് വക്കിൽ ഭക്ഷണം പാകം ചെയ്ത് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. പച്ചക്കപ്പയും കോഴിയിറച്ചിയും പാകം ചെയ്താണ് സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. CPM ഏരിയ സെക്രട്ടറി KL ജോസഫ്, PD സുമോൻ, KV ജോയി, OM സജി, അജീഷ് ജോസഫ്, AD മാത്യു, ടോം കൈത്തിൻകര, KK രാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൊടുപുഴ സാംസ്കാരിക വേദിയുടെ നവംബർ മാസത്തെ സർഗസംഗമം നടത്തി. കൺവീനർ രാജേന്ദ്രൻ പോത്തനാശ്ശേരിയിൽ അധ്യക്ഷത വഹിച്ചു. പ്രഭാവർമ്മയുടെ വയലാർ അവാർഡ് നേടിയ ശ്യാമമാധവം എന്ന കൃതിയെ സംബന്ധിച്ച് പഠനം MR കാർത്തികേയൻ നായർ അവതരിപ്പിച്ചു. പ്രൊഫസർ ജോയി മൈക്കിൾ, ഷാജി കടാതി തുടങ്ങിയവർ പ്രസംഗിച്ചു. ജൽത്രൂത്ത്, സുമ ഗോപിനാഥ്, നീനു P. ജെയിംസ്, വിൽസൺ ജോൺ, ബേബി ജോർജ്, മുണ്ടമറ്റം രാധാകൃഷ്ണൻ, KK വിശ്വംഭരൻ, MK ജനാർദ്ദനൻ, ടോം K. ജോസ്, ബാലചന്ദ്രൻ, ജോർജ് ചിത്രശാല, MS നാരായണപിള്ള, സുനിൽ, തൊമ്മങ്കുത്ത് ജോയി, P. ദിവാകരൻ തുടങ്ങിയവർ സൃഷ്ടികൾ അവതരിപ്പിച്ചു. മൂന്ന് കഥകളുമാണ് ഉണ്ടായിരുന്നത്. കഥകൾ ആദ്യം എടുക്കുകയാണ്. ആത്മാവിനും നിത്യശാന്തി വേണ്ടേ വലിയ കഥയാണ്. സൈക്കോളജിക്കൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഒഴിവാക്കി ധ്വനികളിലൂടെ ആനുകാലിക സാമൂഹിക. മുതലക്കോടത്ത് നടന്നുവന്ന ഇടുക്കി റവന്യൂ ജില്ലാ കായികമേള സമാപിച്ചു. മറ്റു സ്കൂളുകളെ ബഹുദൂരം പിന്നിലാക്കി വണ്ണപ്പുറം SNM VHSS 213 പോയിന്റുകൾ നേടി ചാമ്പ്യന്മാരായി. NR സിറ്റി SNVHSS 77 പോയിന്റോടെ റണ്ണേഴ്സപ്പായി. ഉപജില്ലകളിൽ 35 സ്വർണമടക്കം 320 പോയിന്റുകളുമായി തൊടുപുഴ സബ് ജില്ല ചാമ്പ്യന്മാരായി. കട്ടപ്പന 193 പോയിന്റും അടിമാലി 153 പോയിന്റും നേടി 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടി. സമാപന സമ്മേളനത്തിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സാബിറ ഷെരീഫ് സമ്മാനദാനം നിർവഹിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെതിരെ ജനരോഷം ആർത്തിരമ്പി. LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. ഹൈറേഞ്ച് സംരക്ഷണ സമിതി 48 മണിക്കൂർ സമരം തുടങ്ങി. LDF ഹർത്താലിന് പിന്തുണയുമായി യൂത്ത് ഫ്രണ്ട് M പ്രവർത്തകർ തെരുവിലിറങ്ങി. തഹസിൽദാരെ തടഞ്ഞുവെച്ചത് സംഘർഷത്തിന് കാരണമായി. കത്തോലിക്ക കോൺഗ്രസ് കോതമംഗലം രൂപതയുടെ നേതൃത്വത്തിൽ പ്രതിനിധി സമ്മേളനം തൊടുപുഴയിൽ നടത്തി. കോതമംഗലം രൂപത വികാരി ജനറൽ ജോർജ് ഒലിയപ്പുറം പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 60ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷം സംസ്ഥാനതല സമാപനം നവംബർ 20 തൊടുപുഴയിൽ നടക്കും. മുനിസിപ്പൽ മൈതാനത്ത് നടക്കുന്ന പൊതുസമ്മേളനം കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി പ്രൊഫസർ KV തോമസ് ഉദ്ഘാടനം ചെയ്യും. 4 ദിവസമായി നടന്നുവന്ന സംസ്ഥാന റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. മുനിസിപ്പൽ UP സ്കൂളിൽ നടന്ന സമാപന സമ്മേളനം മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. തൊടുപുഴയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ ഇപ്പോൾ ലോകത്തെങ്ങും ലഭിക്കുന്നു. തൊടുപുഴയിലെ ആദ്യത്തെ വെബ് TV ചാനൽ ഇന്ന് തന്നെ സന്ദർശിക്കുക. www.bbcnewstodupuഴ.com. തൊടുപുഴയ്ക്ക് സമീപമുള്ള 16 ഗ്രാമപഞ്ചായത്തുകളിലും ഇന്റർനെറ്റിലും ഇപ്പോൾ BBC വാർത്തകൾ ലഭിക്കുന്നു. BBC ന്യൂസ്, തൊടുപുഴയുടെ സ്വന്തം വാർത്താ ചാനൽ. സന്ദർശിക്കുക www.bbcnewstodupuഴ.com.